ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അതിൻ്റെ റൂൾ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഡിജിറ്റുകൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ വന്നിട്ട് ഈ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ആ വലിയ നമ്പർ എന്താണ് 3 കൊണ്ട് ഹരിക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ അല്ല, 3ൻ്റെ മൾട്ടിപ്പിൾസ് അല്ല നമുക്ക് കിട്ടുന്നെങ്കിൽ ആ നമ്പർ എന്തല്ല, നിശേഷം ഹരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം തന്നിരിക്കുന്ന നമ്പർ 4614 ആണ്. അപ്പോൾ ഇതിലെ ഡിജിറ്റുകൾ നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 + 6 + 1 + 4 ചെയ്യുമ്പോൾ 15 ആണ് കിട്ടുന്നത്. അപ്പോൾ 15 എന്ന് പറയുന്നത് 3ലെ മൾട്ടിപ്പിൾസിലുള്ളതല്ലേ. അപ്പോൾ ഇത് 3ൽ ഡിവിസിബിൾ ആണെന്ന് കിട്ടും. ഇനി അടുത്ത നമ്പർ എടുക്കുക, 3924. ഇവിടെ ഡിജിറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 3 + 9 + 2 + 4 ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. അതും എന്താണ്? 3ൽ ഡിവിസിബിൾ ആണ്. അടുത്ത നമ്പർ നോക്കുക, 3852. അപ്പോൾ ഇവിടെ 3 + 8 + 5 + 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യുമ്പോൾ 18 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതും ഡിവിസിബിൾ ആണെന്ന് കിട്ടും. നമുക്ക് ലാസ്റ്റ് നമ്പർ എന്ന് എടുക്കാം, 9 + 5 + 5 + 4. ഇത് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ 23 ആണ്. 23 3ൻ്റെ ടേബിളിലുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ, ഇവിടെ കഴിയാത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 3യുടെ റൂള് ക്ലിയർ അല്ലേ? തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഡിജിറ്റുകൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് നോക്കുക. കിട്ടുന്ന വാല്യൂ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ എന്ന് നോക്കിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? താങ്ക് യു.